പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 32ാമത്തെ ദിവസം ഈശോയെ കൂടുതലായി അറിയുക എന്നുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇന്ന് യേശുവിനായി ഞാൻ ദാഹിക്കണം എന്നുള്ളതാണ് നമ്മുടെ വിചിന്തന വിഷയം. 2 കൊരിന്തോസ് 5:14-15 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തതിനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. യേശുവിന് നമ്മളോടുള്ള ദാഹത്തെപ്പറ്റി നമ്മൾ ഇന്നലെ ധ്യാനിച്ചു. അവിടുന്ന് ആണ് നമ്മളെ ആദ്യം സ്നേഹിച്ചത്. അവിടുത്തെ സ്നേഹത്തിന് നമ്മൾ പ്രത്യുത്തരം നൽകുകയാണ് ചെയ്യുന്നത്. കാരണം ഈശോ നമ്മളെ സ്നേഹിച്ചതുപോലെ അവിടുത്തെ നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം പീഡകളാണ് അവിടെ നമുക്ക് വേണ്ടി സഹിച്ചത്. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കണം, ഈശോയെ നമ്മൾ തിരിച്ച് സ്നേഹിക്കണം എന്നുള്ളതാണ്. ഇത് ആത്മീയ മണ്ഡലത്തിലെ ഒരു സ്നേഹമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ സ്വീകരിച്ചുകൊണ്ട് പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹിക്കണം എന്നുള്ളതാണ്. ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ദാഹിക്കണം എന്നുള്ളതിൻ്റെ അർത്ഥം. ഇന്ന് വിചിന്തനത്തിനായി നമുക്ക് ലഭിക്കുക ക്രിസ്ത്യാനുകരണം 2-ാമത്തെ പുസ്തകം 7-ാമത്തെ അധ്യായമാണ്. യേശുവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് വേണ്ടി തന്നെ പരിത്യജിക്കുകയും ചെയ്യുക എന്ന സത്യം, നീതിനിഷ്ഠമായ കാര്യം പഠിക്കുന്നവൻ ഭാഗ്യവാൻ. നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ടതിന് വേണ്ടി നിങ്ങൾ ത്യജിക്കണം. എല്ലാറ്റിനും ഉപരിയായി യേശുവിനെ നാം സ്നേഹിക്കണം. സൃഷ്ടവസ്തുക്കളെ സ്നേഹിക്കുന്നത് ചതിയും അസ്ഥിരവുമാണ്. യേശുവിനോടുള്ള സ്നേഹം വിശ്വസ്തവും നിലനിൽക്കുന്നതുമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? പരിശുദ്ധാത്മാവിനെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? ഈശോയുടെ സ്നേഹത്തെ നമ്മൾ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്? ഇത് നമ്മൾ മനസ്സിലാക്കണം. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്: ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിച്ചു പോവുകയും ചെയ്യും. ഈശോ പറഞ്ഞ ഉപമയുടെ തുടക്കം ഇങ്ങനെയായിരുന്നു: പുതിയ വസ്ത്രത്തിൻ്റെ കഷ്ണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നുവെന്ന് മാത്രമല്ല, പുതിയ കഷ്ണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും. നമ്മൾ സ്വീകരിക്കുന്ന പുതുവീഞ്ഞാകുന്ന പരിശുദ്ധാത്മാവ് ഒരു പുതുമയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ സമർപ്പണം വരുത്തുക. പരിശുദ്ധാത്മാവിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതം വലിയൊരു മാറ്റത്തിലൂടെ കടന്നു പോകണമെന്നുള്ളതായിരുന്നു നമ്മൾ ചിന്തിക്കുക. കാരണം പഴയ തോൽക്കുടത്തിൽ പുതിയ വീഞ്ഞൊഴിച്ചാൽ ആ തോൽക്കുടം കീറി വീഞ്ഞ് പുറത്തേക്ക് പോകും. തോൽക്കുടം എന്ന് പറയുക നമ്മുടെ ജീവിതമാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. ദൈവത്തിൻ്റെ സ്നേഹമാണ് പുതുവീഞ്ഞ്. ഇത് നമ്മൾ സ്വീകരിച്ചാൽ പോലും നമ്മൾ വേണ്ട രീതിയിൽ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നില്ല എങ്കിൽ ദൈവം നമ്മളിലേക്ക് ചൊരിയുന്ന സ്നേഹം വെറുതെയായി പോകും. അതിനാൽ നമ്മൾ ഇത് ജാഗ്രതയോടുകൂടി കാണണം. ശിഷ്യന്മാരുടെ ജീവിതം പരിശുദ്ധാത്മാവിന് മുൻപും പരിശുദ്ധാത്മാവിന് ശേഷവും രണ്ടും രണ്ടായിരുന്നു.
ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചതിന് ശേഷവും അനുഭവിക്കുന്നതിന് മുൻപും നമ്മുടെ ജീവിതം രണ്ട് തരത്തിലായിരിക്കും. പലപ്പോഴും നമ്മൾ ഈ ദൈവസ്നേഹം അനുഭവിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും നമ്മൾ വീണു പോകുന്നത്. കാരണം ഈശോ നമ്മളെ ഇത്രയധികം സ്നേഹിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമ്മളെ വലിയ ഒരു ആരാധനയിലേക്ക് കൊണ്ടുപോകും. ശരിക്കും ആത്മീയത എന്ന് പറയുന്നതിനെ ഒരു റൊമാൻസ് എന്ന് പറയാം. അതായത് ദൈവ സാന്നിധ്യ സ്മരണ, എപ്പോഴും ഒരു ദൈവ സാന്നിധ്യ സ്മരണ. ഇത് നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിച്ചാൽ നമുക്കൊരു ഭാരമാണ്. ഇന്ന് ജപമാല ചൊല്ലണം, ഇന്ന് പ്രാർത്ഥിക്കണം, പള്ളിയിൽ പോകണം, ഈ മറ്റു പ്രാർത്ഥനകൾ ചെല്ലണം, നമ്മൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ബൈബിള് വായിക്കണം. ഇതെല്ലാം നമ്മളെ ഭാരപ്പെടുത്തുന്ന കാര്യമാണ്. എന്നാൽ ഒരു സ്നേഹബന്ധത്തിലായിരിക്കുന്ന രണ്ടുപേരെ എടുക്കാം. ഒരു റൊമാൻസ്. നമുക്കറിയാം, ഇങ്ങനെ ഒരു ബന്ധത്തിലായിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ദൂരത്താണെങ്കിൽ പോലും ഈ സമയം എന്ത് ചെയ്യുന്നു എന്ന് അറിയാൻ താല്പര്യപ്പെടും. ഏത് മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിയാൻ താല്പര്യപ്പെടും. നമ്മൾ ആരെങ്കിലും നമുക്ക് ഇഷ്ടമാണെന്ന് വെച്ചു, നമ്മൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നെന്ന് വെച്ചു, നമ്മൾ ഒരു ദീർഘകാലം അവരുടെ വിശേഷം അന്വേഷിക്കാതിരിക്കില്ല. നമ്മൾ ഏറെ സ്നേഹിക്കുന്ന വ്യക്തികളെ നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ എങ്ങനെയുണ്ട്, അവർക്കൊരു ചെറിയ പനി വന്ന് നമ്മൾ അറിയും, അവർക്കൊരു ചെറിയ ബുദ്ധിമുട്ട് വന്ന് നമ്മൾ അറിയും, അവർക്കൊരു സന്തോഷം വന്ന് നമ്മൾ അറിയും. കാരണം ദൂരത്താണെങ്കിൽ പോലും, വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ പോലും നമ്മളൊരു നിരന്തര ബന്ധത്തിലായിരിക്കും. ഈ അൺഡിവൈഡഡ് അറ്റൻഷൻ, നമ്മൾ ഈശോയുമായി ഒരു സ്നേഹത്തിലായാൽ നമ്മുടെ ആത്മാവ് എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും, തമ്പുരാൻ്റെ ഹൃദയം എങ്ങനെയാണ്, ഈശോയ്ക്ക് സന്തോഷമാണോ? അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ വരുന്ന ഏറ്റവും വലിയ മാറ്റമാണ് സ്പോണ്ടേനിയസ്ലി ഡൂയിങ് ദ വിൽ ഓഫ് ഗോഡ്. ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, പോയി ചോദിക്കേണ്ട കാര്യമില്ല, ഇത് ഈശോയ്ക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ, ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ ഇല്ലയോ. അതായത് അന്തരാത്മാവിൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഈശോയുടെ ഹൃദയത്തെ വേദനിപ്പിക്കാത്തതായിരിക്കും. കാരണം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഈശോയെ വേദനിപ്പിക്കാത്ത തരത്തിലുള്ളതായിരിക്കും. അല്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരപ്പെട്ട ബന്ധമായിരിക്കും ദൈവവുമായിട്ടുള്ള ബന്ധം. ഞാൻ നേഴ്സിംഗ് കോളേജുകളിൽ കുർബാന ഓർഗനൈസ് ചെയ്യുന്ന ഒരു കാലം ഓർക്കുകയാണ്. ബാംഗ്ലൂരിൽ വെച്ച് പ്രത്യേകിച്ച് ആ പ്രദേശങ്ങളിലുള്ള നേഴ്സിംഗ് കോളേജുകളിൽ കുട്ടികളെ പുറത്തേക്ക് വിടാറില്ലായിരുന്നു. ആ കുട്ടികൾ ഞായറാഴ്ച കുർബാനയ്ക്കെന്ന് പറഞ്ഞ് ഒരുപക്ഷെ കുർബാനയ്ക്കാവില്ല പോകുന്നത്. അതുകൊണ്ട് ചില ഉൾപ്രദേശങ്ങളിലുള്ള നേഴ്സിംഗ് കോളേജുകൾ കേന്ദ്രമാക്കി അല്ലെങ്കിൽ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് നമ്മളെന്തെങ്കിലും ഹോള് വാടകയ്ക്ക് എടുത്തോ അല്ലാതെയൊക്കെ അച്ഛന്മാരെ സംഘടിപ്പിച്ച് ഞായറാഴ്ച കുർബാന ഒരുക്കുന്ന ഒരു പരിപാടി ഉണ്ടായി, ഒരു ശുശ്രൂഷയുണ്ടായിരുന്നു, മൈഗ്രൻ്റ് യൂത്ത് മിനിസ്ട്രി. അപ്പോൾ ആ സമയം നമ്മൾ ചില കോളേജിൻ്റെ ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലുന്നു. അവരുടെ ക്യാമ്പസിൽ നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്കുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് ഒരു വൈദികനെയും കൂട്ടി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഏറെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, പല കുട്ടികളും അതൊരു ഭാഗ്യമായി കരുതുന്നെങ്കിലും ഒരുപാട് പേര് അത് വളരെ ഭാരപ്പെട്ടാണ് വരിക. അപ്പോൾ ഞാൻ ഈ കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് സങ്കടമാണോ കാലത്ത് എഴുന്നേക്കുന്നത്? അതെ ബ്രദറെ, നിങ്ങൾ കിടക്കുന്നത് തട്ടായിട്ടുള്ള കട്ടിലാണെന്ന് എനിക്കറിയാം. മുകളിൽ നിന്ന് ഒച്ച വെക്കാതെ ഊർന്നിറങ്ങി വരുമ്പം താഴെയുള്ളവർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്, മറ്റ് മതസ്ഥരായിട്ടുള്ളവർ. ഞാൻ ചോദിച്ചു, അവർ നരകത്തിൽ പോകുമോ? കുട്ടികളെല്ലാവരും ക്ലിയറായിട്ട് പറഞ്ഞു നരകത്തിൽ പോകത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, അവർ കുർബാനയ്ക്ക് വരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളില്ല. അവരുടെ വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങളൊക്കെ വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അവർ സുഖമായി കിടന്ന് ഉറങ്ങുന്നു. അപ്പം നിങ്ങൾക്ക് സങ്കടമുണ്ടോ? സങ്കടമുണ്ട് ബ്രദറെ. ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പരിശ്രമിച്ച കാര്യം ഇതാണ്. മാമോദീസ എന്ന കൂദാശയിലൂടെ നമ്മുടെ അന്തരാത്മാവിൽ ദൈവം ഒരു മുദ്ര ചാർത്തി. ഈശോയുടെ സ്വന്തമാണ്.
നീ ഈശോയുടെ സ്വന്തമാണ്. ഈശോയുമായിട്ടുള്ള ഒരു വലിയ ബന്ധം. എവിടെ പോയാലും നിന്റെ ആത്മാവ് ഈശോ സ്വന്തമാക്കിയതാ. തിരുസഭയുടെ ഉദരമാകുന്ന മാമോദിസ തൊട്ടിൽ സഭയുടെ മകനായി മകളായി നീ ജനിച്ചു കഴിഞ്ഞു. അതോടുകൂടി നീ വലിയൊരു ബന്ധത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ ബന്ധത്തെ ദൃഢപ്പെടുത്തുന്ന മറ്റു കൂദാശകൾ സ്ഥൈര്യലേപനം, കുമ്പസാരം, കുർബാന. ഈ കൂദാശകളിൽ ആത്മാവ് വലിയ തോതിൽ ഈശോയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു ബന്ധത്തിലായി കഴിഞ്ഞു. ഇനി നമ്മൾ ആ ബന്ധത്തിന് ഒരു തുടർച്ച എന്നോണം, ആ ഒരു സ്നേഹബന്ധത്തിന് നമ്മൾ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല എങ്കിൽ ആ ബന്ധത്തിൽ ഉലച്ചിലുണ്ടാവും. ഏത് ബന്ധമാണെങ്കിലും ഒരു ചെറിയ പിണക്കമോ ഒരു ചെറിയ വഴിത്തിരിവോ ഉണ്ടായാൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറെ നാള് അവരുമായി ബന്ധപ്പെടാതിരുന്നു കഴിഞ്ഞാൽ അതങ്ങനെ വല്ലാതെ അങ്ങ് ഊർജമില്ലാതെ ആയിപ്പോവും. ആ ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ ഈശോയ്ക്ക് വേണ്ടി നമുക്കുണ്ടാകേണ്ടുന്ന ദാഹം. ഇത് നമ്മളുടെ ഉള്ളിൽ വളരേണ്ടുന്ന ഒരു സ്നേഹബന്ധമാണ്. ശിഷ്യന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ ഈശോയെ അവർ ഉപേക്ഷിച്ചു. കുരിശിൽ കണ്ട ഈശോയെ അവർ ഉപേക്ഷിച്ചു. കാരണം അതവരെ ഏറെ ഭയപ്പെടുത്തുന്ന കാര്യം. 33 വയസ്സുകാരനായ ഈശോയെ അടിച്ച് ഈശോയുടെ മുഖമെല്ലാം വിരൂപമാക്കി, ചോരയെല്ലാം വാർന്ന്, ഒന്നും ചെയ്യാൻ പറ്റാത്തതിനെ പോലെ ബന്ധിച്ച് ഇങ്ങനെ അധികാരികൾ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നൊക്കെ ഇവർ കണ്ടു. പത്രോസിന് ഇവൻ്റെ കൂടെ പോയി മരിക്കാമെന്നൊക്കെ പറഞ്ഞ പത്രോസിന് പോലും അതിനൊന്നും പറ്റിയില്ല. ശിഷ്യന്മാരെല്ലാവരും വളരെ വിഷമിച്ചു. കർത്താവ് വീണ്ടും പലതവണ പ്രത്യക്ഷപ്പെട്ട് മുറിവ് അവർക്ക് കാണിച്ചു കൊടുക്കുകയും കൂടെ ഇരുത്തുകയൊക്കെ ചെയ്യുന്നെങ്കിലും അവര് ആ ഒരു സ്നേഹബന്ധത്തിലേക്ക് അവർക്ക് വരാൻ പറ്റുന്നില്ല. വീണ്ടും നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെടും. 21-ന്റെ 5 കാണുന്നുണ്ട്, കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഈശോയെ ഉപേക്ഷിച്ചു പോയത്. ആ ബന്ധം വേണ്ട, ഇത് ശരിയാവുന്ന കാര്യമല്ല, ഇത് ഉപകാരപ്പെടത്തില്ല. ഈശോയെ അവർ വിട്ടു. പകരം എന്നേക്കുമായി വേണ്ടെന്ന് വെച്ച വലയെടുത്തു, വള്ളത്തിൽ കയറി. നിങ്ങൾ ആരെങ്കിലും പോരുന്നോ? പത്രോസ് ചോദിച്ചു. ബാക്കി ശിഷ്യന്മാരും കൂടെ കൂടി. എങ്കിലും കർത്താവ് തിബേരിയാസിന്റെ കരയിൽ സ്നേഹത്തിന്റെ കനലിൽ പ്രാതലൊരുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി കാത്തിരുന്നു. തമ്പുരാൻ പത്രോസിനെ ചങ്കിലേക്ക് ചേർത്ത് വെച്ചു. പത്രോസിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവത്തിന്റെ ചോദ്യം ഇങ്ങനെ ആഴ്ന്നിറങ്ങി. പത്രോസേ, നിന്റെ എന്നോട് സ്നേഹമുണ്ടോ? ആവർത്തിച്ച് ചോദിച്ചു. പത്രോസ് വലിയ ഒരു ശൂന്യത ഉള്ളിൽ കണ്ടു. അതിൻ്റെ യഥാർത്ഥ ബൈബിൾ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, ഹി യെൽഡ്, അവൻ നിലവിളിച്ചു. നമ്മൾ POC ബൈബിളിൽ കാണുക, അവൻ വല്ലാതെ ദുഃഖിച്ചു, നെടുവേർപ്പെട്ടു എന്നൊക്കെയാണ്. പത്രോസ് ചങ്ക് പൊട്ടിപ്പോയി. സത്യത്തിൽ തൻ്റെ ഗുരുവിനോട് ഇത്രമാത്രം എന്നെ സ്നേഹിച്ച് എന്നെ കൊണ്ടു നടന്ന് മരിച്ചവനിൽ നിന്ന് ഉയർത്ത് എൻ്റെ അരികിൽ എന്നെ ചങ്കിലിട്ട് സ്നേഹിക്കുന്ന എൻ്റെ ഗുരുവിനോട് വലിയ സ്നേഹമില്ല. യോഹന്നാന്റെ സുവിശേഷം 21-17 കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. പത്രോസേ, നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ ഇഷ്ടമുള്ളതുപോലെ നടന്നു, നീ സ്വയം അറമുറുക്കുകയും ചെയ്തു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നിനക്കിഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ ചങ്കിനകത്തേക്ക് വരും. നിനക്കെന്നോട് വലിയ സ്നേഹം നിറയും. ഏത് തരത്തിലുള്ള മരണത്താലാണ് പത്രോസ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് ഈശോ പ്രവചിക്കുകയായിരുന്നു. ചരിത്രത്തിൽ പത്രോസിൻ്റെ മരണരംഗങ്ങളൊക്കെ എത്രയോ ശ്രദ്ധിക്കപ്പെടുന്നതാ. ഞാൻ ഈശോയെ സ്നേഹിച്ചതുപോലെ എനിക്ക് ശേഷം ചരിത്രത്തിൽ ആരും ഉണ്ടാകരുത് എന്നുള്ളൊരു ഭാവം പത്രോസിൻ്റെ മരണരംഗങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നിറയണം. ഈ കൃപ വന്ന് നിറയുന്നതിനായി ശിഷ്യന്മാരെ സ്വീകരിച്ച മാർഗം എന്നത് അവർ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. ലോകാരൂപി അവർക്ക് ഭയമായിരുന്നു. ലോകത്തിൻ്റെ ഒറ്റപ്പെടുത്തൽ അവർക്ക് ഭയമായിരുന്നു.
വെറുതെ ഒരു സ്ത്രീ ചോദിച്ചുള്ളൂ, നീ അവനെ അറിയുമോ എന്ന് ചോദിച്ചപ്പം 3 പ്രാവശ്യമാണ് തള്ളിപ്പറഞ്ഞത്. ഒരു എന്താ പറയുക, ആ ഒരു ചൂട്, അവിടുന്ന് കിട്ടിയ ഒരു കംഫർട്ട് പത്രോസിന് അത് തള്ളിക്കളയാൻ പറ്റിയില്ല. ഗുരു അവനെ നോക്കി. ഇതുപോലെ അവൻ്റെ സ്നേഹാർദ്രതയാൽ എത്രയോ തവണ നമ്മുടെ പാപവീഴ്ചകളുടെ സമയത്ത് തമ്പുരാൻ നമ്മളെ നോക്കുന്നുണ്ട്. ഞാൻ നിന്നെ ഇത്ര സ്നേഹിച്ചിട്ടും വീണ്ടും നീ ആവർത്തിച്ചല്ലേ. അത് സത്യത്തിൽ പത്രോസ് ചങ്ക് പൊട്ടി പുറത്തുപോയി കരഞ്ഞു. പത്രോസിന്റെ കുമ്പസാരത്തിനുള്ള ഒരുക്കമാണ്. അതിനുശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ശിഷ്യന്മാർ സ്വീകരിച്ച യഥാർത്ഥ മാർഗമായിരുന്നു വിമല ഹൃദയ പ്രതിഷ്ഠ. പരിശുദ്ധ അമ്മയുടെ വ്യാകുല ഹൃദയത്തോട് അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അവർ പരിശുദ്ധാത്മാവിനാൽ നിറയുക, ദൈവസ്നേഹത്താൽ നിറയുക. ഒന്നിനും വേർപെടുത്താൻ കഴിയാത്ത തരത്തിൽ, ഒന്നിനും അടിയറവ് പറയാത്ത തരത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നിറയുക. എഫെസൂസ്യർക്ക് എഴുതിയ ലേഖനം 4:30 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. ശിഷ്യന്മാര് പിന്നീട് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചതായി അവരുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നില്ല. യെശയ്യാപ്രവചനം 63:10 എന്നിട്ടും അവർ എതിർത്തു, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതിനാൽ അവിടുന്ന് അവരുടെ ശത്രുവായി തീർന്നു, നേരിട്ട് അവർക്കെതിരെ യുദ്ധം ചെയ്തു. ഇനി വളരെ ശ്രദ്ധിക്കണം. ദൈവം വലിയ കരുണ കാണിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നിങ്ങളൊരു കളിയായിട്ടോ ചെറിയൊരു കാര്യമായിട്ടോ എടുക്കരുത്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ദിനങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അന്തരാത്മാവിൽ ചില പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടായിരുന്നു, ചില ഒരുക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇത്രമാത്രം ദൈവം സ്നേഹിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് പോകാൻ ധൈര്യപ്പെട്ടാൽ, പരിശുദ്ധാത്മാവിനെ വീണ്ടും ദുഃഖിപ്പിക്കുവാനും വേദനിപ്പിക്കുവാനും നിങ്ങൾ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ എന്താണ് സംഭവിക്കുക? അതിനാൽ അവിടുന്ന് അവരുടെ ശത്രുവായി തീർന്നു, നേരിട്ട് അവർക്കെതിരെ യുദ്ധം ചെയ്തു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടർച്ചകളുണ്ടാകാം, വീഴ്ചകളുണ്ടാകാം. ആന്തരിക മനോഭാവം, എൻ്റെ തമ്പുരാനെ, ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് ഭേദം. എന്നാണോ നിന്റെ പരിശുദ്ധ ഹൃദയത്തെ ഞാൻ കുത്തി നോവിപ്പിക്കാൻ പോകുന്നത്? എൻ്റെ പാപം എന്നാണോ നിനക്ക് മുൾമുടിയാകാൻ പോകുന്നത്? എൻ്റെ പാപം എന്നാണോ നിനക്ക് പീഡാസഹനമാകാൻ പോകുന്നത്? അത് എൻ്റെ മരണമായിരിക്കട്ടെ. അങ്ങനെയാണ് വിശുദ്ധര് പ്രാർത്ഥിച്ചത്. 1 തെസ്സലോനിക്ക 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്, പ്രവചനങ്ങളെ നിങ്ങൾ നിന്ദിക്കരുത്, എല്ലാം പരിശോധിച്ചു നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ, എല്ലാത്തരം തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുവിൻ. നമ്മളുടെ വചന കേൾവിയിൽ നിന്ന്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കേട്ട വചനങ്ങളിൽ നിന്ന്, വരും ദിവസങ്ങളിൽ നമ്മൾ വ്യക്തിപരമായി വായിക്കാൻ പോകുന്ന വചനത്തിൽ നിന്ന്, കേൾക്കാനും അറിയാനും പോകുന്ന ആത്മീയ പാഠങ്ങളിൽ നിന്ന് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സഹായം ലഭിക്കുക. നന്മയെ മുറുകെ പിടിക്കണം. ഒരു നിലപാട്, പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കാത്ത തരത്തിലുള്ള ഒരു നിലപാട്, ഈശോയ്ക്ക് വേണ്ടിയുള്ള ഒരു ദാഹം, തമ്പുരാന്റെ ഹൃദയത്തിന് ഇണങ്ങുന്ന തരത്തിലുള്ളൊരു ജീവിതം. ഇനി മറ്റൊരു കാര്യം പറയുക, എല്ലാത്തിനും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കണം. അകന്നു നിൽക്കണം. ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ട. പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഐ ആം എ പൊട്ടൻഷ്യൽ സിന്നർ. ഇന്ന് നിങ്ങളോട് ഈ വചനം ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കറിയാം, എനിക്ക് അഹങ്കരിക്കാനായി ഒന്നുമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചില്ല എങ്കിൽ, സ്വർഗത്തിൽ ആശ്രയിച്ചില്ല എങ്കിൽ, അമ്മയുടെ കരം എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ, സ്വർഗം എന്നെ പൊതിഞ്ഞില്ല എങ്കിൽ, ഞാനും ഏറ്റവും വലിയ പാപത്തിലേക്ക് വീഴുവാൻ സാധ്യതയുള്ള ഒരു മനുഷ്യജന്മം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എപ്പോഴും ഒരു ബോധ്യമുണ്ടാകണം. നമ്മുടെ പാപം നമ്മുടെ കൺമുമ്പിലുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ വീഴ്ചയുടെ കഥകൾ നമുക്കറിയാം. എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. വലിയ ജാഗ്രതയോടുകൂടി വരും കാലങ്ങളിൽ ചില കപടാത്മാക്കളിലും പിശാചിൻ്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. 1 തിമോത്തി 4:1 ആത്മാവിൻ്റെ വ്യക്തമായൊരു വെളിപ്പെടുത്തലാണ്. അനേകർ വ്യതിചലിച്ച രീതിയിലേക്ക് പോകും. നിങ്ങൾ കാണും,
ഒത്തിരി പേര് ഒരു കൂസലും ഇല്ലാതെ ദൈവത്തെ തള്ളിപ്പറഞ്ഞു പോകുന്നത് ദൈവത്തിനെതിരും വിശുദ്ധമായ കാര്യങ്ങൾക്കെതിരും പരിശുദ്ധ കൂദാശകളെ തള്ളിപ്പറഞ്ഞുള്ള ജീവിതം കാണും. കുർബാനയ്ക്ക് പോകാൻ താല്പര്യമില്ല, വിശുദ്ധമായ ഇടങ്ങളെ വിശുദ്ധമായി കാണുന്നില്ല. ഒരു സെൻസ് ഓഫ് സേക്രഡ്നെസ്, വിശുദ്ധമായതിനെ വിശുദ്ധമായി കാണാത്ത ഒരു വലിയ സമൂഹത്തെ കാണും. അവരുടെ കൂടെ കൂടേണ്ടതിനു വേണ്ടി ദൈവത്തെ തള്ളിപ്പറയുവാൻ നിങ്ങൾ ഒരിക്കലും നിൽക്കരുത്. മനസ്സാക്ഷി കത്തിക്കരിഞ്ഞു പോയ നുണയന്മാരുടെ കാപട്യമാണ് ഇതിന് കാരണം. അവർ വിവാഹം പാടില്ലെന്ന് പറയുകയും ചില ഭക്ഷണ സാധനങ്ങൾ വർജിക്കണമെന്ന് ശാസിക്കുകയും ചെയ്യുന്നു. 1 തിമോത്തി 4:1. തോന്നിയ പോലെയുള്ള ജീവിതം, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിതം, പ്രിയപ്പെട്ടവരെ, വചനാധിഷ്ഠിത ജീവിതം, പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലുള്ള ജീവിതം, വലിയ ദാഹം പരിശുദ്ധാത്മാവിന് വേണ്ടി. ഇനി നമ്മൾ സ്വീകരിച്ച, ഈ ദിവസങ്ങളിൽ നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ വലിയ ജാഗ്രത പുലർത്താം. എൻ്റെ ഈശോയെ, എൻ്റെ ആത്മം നിനക്കായി ദാഹിക്കുന്നു. നമ്മുടെ വിശുദ്ധ അഗസ്റ്റീനോസ് പുണ്യാളം പറഞ്ഞതുപോലെ, നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. യഥാർത്ഥ മരിയഭക്തി 68-ാമത്തെ ഖണ്ഡികയിൽ വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നാം നമ്മുടെ സ്വന്തമല്ല, ക്രിസ്തുവിൻ്റേതാണ്. അവിടുത്തെ മൗതിക ശരീരത്തിലെ അംഗങ്ങളും അടിമകളുമായ നമ്മെ അനന്തമായ വില കൊടുത്താണ് അവിടുന്ന് സ്വന്തമാക്കിയത്. ജ്ഞാനസ്നാനത്തിന് മുൻപ് നാം പിശാചിൻ്റെ അടിമകളായിരുന്നു. എന്നാൽ മാമോദീസ നമ്മെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ അടിമകളാക്കി. അതുകൊണ്ട് നാം ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നെങ്കിൽ ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കാൻ ആയിരിക്കട്ടെ. നമ്മുടെ ശരീരത്തിൽ അവിടുന്ന് ഭരണം നടത്തട്ടെ. എന്തെന്നാൽ നാം അവിടുത്തെ സമ്പാദ്യവും പിന്തുടർച്ച അവകാശികളുമാണ്. അയോഗ്യരായ ഈ അടിമകളുടെ നല്ല പ്രവൃത്തികൾ അവിടുത്തേക്ക് മാത്രമുള്ളതാണ്. വിശുദ്ധ അപ്പസ്തോലൻ പറയുന്നത് കേട്ടാലും നാം സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഈ വാക്കുകൾ നമ്മെ അനുസ്മരിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതായത്, ക്രിസ്തുവാണ് നമ്മുടെ സകല സൽകൃത്യങ്ങളുടെയും ഏക ആരംഭവും അന്ത്യവും. കൂലിക്കായി ജോലി ചെയ്യുന്ന വേലക്കാരെ പോലെയല്ല, സ്നേഹം നിമിത്തം അടിമകളായവരെ പോലെ വേണം നാം അവിടുത്തെ ശുശ്രൂഷിക്കുവാൻ. മറിയത്തിന്റെ സ്തോത്രഗീതം. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിന്റെ പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന. മറിയമേ, നിത്യപിതാവിൻ്റെ പ്രിയപുത്രി സ്വസ്തി. പുത്രൻ തമ്പുരാന്റെ ഏറ്റവും പ്രശംസനീയയായ അമ്മേ സ്വസ്തി. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വിശ്വസ്തയായ മണവാട്ടിയെ സ്വസ്തി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയും എൻ്റെ സ്നേഹനാഥയും
എൻ്റെ അതിശക്തിയായ രാജ്ഞി, എൻ്റെ സന്തോഷമേ, എൻ്റെ മഹത്വമേ, എൻ്റെ ഹൃദയമേ, എൻ്റെ ആത്മാവേ, അങ്ങേക്ക് സ്വസ്തി. അങ്ങ് മുഴുവനും എൻ്റേതായത് കാരുണ്യത്താലാണല്ലോ. ഞാൻ പൂർണ്ണമായും അങ്ങയുടേതായതോ നീതിയാലും അത്രേ. പക്ഷേ ഇപ്പോഴും ഞാൻ പൂർണ്ണമായി അങ്ങയുടേതായി മാറിയിട്ടില്ല. എനിക്കോ മറ്റുള്ളവർക്കോ ആയി ഒന്നും മാറ്റിവെക്കാതെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അമ്മയ്ക്കിപ്പോൾ തരുന്നു. അങ്ങയുടേതല്ലാതെ എന്തെങ്കിലും ഇപ്പോഴും എന്നിൽ കാണുന്നുവെങ്കിൽ അങ്ങ് അവയെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. എൻ്റേതായ എല്ലാറ്റിൻ്റെയും പരമാധികാരിയായ നാഥ, അങ്ങ് മാത്രമാകണമേ. ദൈവത്തിന് അഹിതമായി എന്നിലുള്ളവയെ നശിപ്പിക്കണമേ. വേരോടെ പിഴുതെറിഞ്ഞ് ഇല്ലാതാക്കണമേ. അങ്ങേക്ക് സന്തോഷം നൽകുന്നവയെ എന്നിൽ നിക്ഷേപിക്കുകയും വളർത്തുകയും ചെയ്യണമേ. അങ്ങയുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചം എൻ്റെ മനസ്സിൻ്റെ അന്ധകാരത്തെ തൂത്തെറിയട്ടെ. അങ്ങയുടെ അഗാധമായ എളിമ എൻ്റെ അഹങ്കാരത്തെ നിർമ്മാർജ്ജനം ചെയ്യട്ടെ. എൻ്റെ അലഞ്ഞു നടക്കുന്ന ഭാവനയെയും അങ്ങയുടെ ധ്യാനലീനത നിയന്ത്രിക്കട്ടെ. അങ്ങയുടെ നിരന്തരമായ ദൈവദർശനം എൻ്റെ ഓർമ്മയെ ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ. എൻ്റെ മന്നോഷ്ണാവസ്ഥയെയും അങ്ങയുടെ ആളിക്കത്തുന്ന സ്നേഹം ജ്വലിപ്പിക്കട്ടെ. എൻ്റെ പാപത്തിൻ്റെ ഇടങ്ങളിൽ അങ്ങയുടെ പുണ്യങ്ങൾ സ്ഥാനം പിടിക്കട്ടെ. അങ്ങയുടെ പുണ്യങ്ങൾ മാത്രമായിരിക്കട്ടെ എൻ്റെ എല്ലാ കുറവുകളെയും പരിഹരിച്ച് ദൈവത്തിരുമുമ്പിലുള്ള എൻ്റെ അലങ്കാരങ്ങൾ. അവസാനമായി എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, അങ്ങേക്ക് സാധ്യമെങ്കിൽ യേശുവിനെയും അവിടുത്തെ തിരുഹിതത്തെയും അറിയുവാൻ അങ്ങയുടെ അരൂപിയല്ലാതെ മറ്റൊന്നും എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എനിക്ക് അങ്ങയുടെ ആത്മാവല്ലാതെ മറ്റൊരാത്മാവ് ഉണ്ടാകാതിരിക്കട്ടെ. പരിശുദ്ധവും ഊഷ്മളവുമായ സ്നേഹം കൊണ്ട് നിറഞ്ഞ അങ്ങയുടെ ഹൃദയമല്ലാതെ മറ്റൊരു ഹൃദയം ദൈവത്തെ സ്നേഹിക്കാൻ എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദർശനങ്ങളോ വെളിപാടുകളോ ഇന്ദ്രിയപരമായ ഭക്തിയോ ആത്മീയ ആനന്ദങ്ങൾ പോലുമോ ഞാൻ ചോദിക്കുന്നില്ല. ദൈവത്തെ മുഖാഭിമുഖം കാണുകയും സ്വർഗീയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുക അങ്ങയുടെ അവകാശമാണല്ലോ. പുത്രന്റെ വലതുഭാഗത്ത് മഹത്വപൂർണയായി എഴുന്നള്ളി ഇരുന്നു കൊണ്ട് മാലാഖമാരുടെയും മനുഷ്യരുടെയും പിശാചിൻ്റെയും മേൽ പരിപൂർണമായ ആധിപത്യം ഉറപ്പിക്കുക. അതും അങ്ങയുടെ അവകാശമാണ്. അങ്ങയുടെ ഇഷ്ടം പോലെ ദൈവത്തിന് എല്ലാ ദാനങ്ങളും വിതരണം ചെയ്യുകയും അങ്ങയുടെ അവകാശം തന്നെ. ഇവയത്രേ ദൈവം അങ്ങേക്ക് തന്ന നല്ല ഭാഗം. അത്, ഓ സ്വർഗീയ മാതാവേ, അങ്ങിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റപ്പെടുകയില്ല. ഈ ചിന്തയാൽ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു. ഐഹിക ജീവിതത്തിൽ അങ്ങിൽ പ്രശോഭിച്ചവ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആത്മീയ സന്തോഷം കൂടാതെയുള്ള ആത്മാർത്ഥമായ വിശ്വാസം, മാനുഷിക സമാശ്വാസം തേടാതെ സന്തോഷപൂർവ്വം സഹനങ്ങൾ ഏറ്റെടുക്കുക, വിശ്വാസമന്യേ തന്നോട് തന്നെ മരിക്കുക, അങ്ങേക്ക് വേണ്ടി മരണം വരെ ഒരു വിനീത അടിമയെപ്പോലെ നിസ്വാർത്ഥമായും തീഷ്ണമായും അധ്വാനിക്കുക. ഇവ മാത്രമേ ഞാൻ യാചിക്കുന്നുള്ളൂ. ഒരേ ഒരു അനുഗ്രഹമേ എനിക്ക് വേണ്ടൂ. അവിടുന്ന് ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തവയെല്ലാറ്റിനെയും ആമേൻ, അങ്ങനെ തന്നെ ആകട്ടെ എന്നും. അവിടുന്ന് സ്വർഗത്തിൽ ചെയ്യുന്നവയ്ക്കുമെല്ലാം ആമേൻ, അങ്ങനെ തന്നെ ആകട്ടെ എന്നും. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ചെയ്യുന്നവയ്ക്കെല്ലാം ആമേൻ, അങ്ങനെ തന്നെ ആകട്ടെ എന്നും. അങ്ങനെ ജീവിതകാലത്തിലും നിത്യത്വത്തിലും അങ്ങ് മാത്രം എന്നിൽ യേശുവിൻ്റെ പൂർണ്ണമായി മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമേൻ. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്വനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നിത്യപിതാവിന്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, മഹത്വത്തിന്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുക്കുമാരനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സ്നേഹത്തിന് ഏറ്റവും യോഗ്യനായ ഈശോയെ, ഞങ്ങളെ
ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സർവശക്തനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. വരാനിരിക്കുന്ന ലോകത്തിന്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ശ്രേഷ്ഠമായ ഉപദേശത്തിന്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഏറ്റവും അനുസരണയുള്ള ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഹൃദയശാന്തതയും എളിമയുള്ള ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സമാധാനത്തിന്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ആയുസ്സിന് കാരണമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സകല പുണ്യങ്ങൾക്കും മാതൃകയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. വേദസാക്ഷികൾക്ക് ശക്തി പകർന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. വന്ദകരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സകല പാപങ്ങളിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ. മോഹാഗ്നിയിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാചാരത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങേ ഉയർപ്പിനെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമാ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരാനിരിക്കുന്ന വിധി ദിവസത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ, കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ ഈശോയെ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യ സ്നേഹം നൽകണമേ. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. വിമല ഹൃദയാംബികേ
ദൈവപിതാ സ്നേഹതാത ആരാധിക്കും നീതാ വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു നിന്നാമം വാഴ്ത്തുന്നു പിതാവിന്റെ വലിയ സ്നേഹത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവപ്രപഞ്ചത്തോട് ചേർന്ന് ആരാധിക്കുന്നു. ദൈവപുത്ര സ്നേഹനാഥ ആരാധിക്കും നീതാ തമ്പുരാനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. വാനിടവും പാരിടവും സർവപ്രപഞ്ചത്തോട് ചേർന്ന് ഒന്നാകെ വാഴ്ത്തുന്നു സ്വർഗം മുഴുവനും ചേർന്ന് നിന്നാമം വാഴ്ത്തുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. സ്നേഹരൂപ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കും നീതാ വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു സ്വർഗഭൂലോകങ്ങളോട് ചേർന്ന് നിന്നാമം വാഴ്ത്തുന്നു പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ നാമത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, വരുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. കർത്താവേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും
ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. 2 കൊരിന്തോസ് 5:14-15. ഈശോയെ, നിനക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു കൃപ, നിനക്ക് വേണ്ടി ഒരു ദാഹം, എൻ്റെ ആത്മാവിനെ സത്യത്തിൽ നിന്ന് തടയുന്ന സകലതും ദൈവമേ എടുത്തു മാറ്റണമേ. ഈ സമർപ്പണത്തിൻ്റെ ദിനങ്ങളിൽ കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ ദാഹം എൻ്റെ ആത്മാവിൽ രൂപപ്പെടുന്നത് ഞാൻ അനുഭവിക്കുന്നു. ദൈവമേ, നിന്റെ സ്വന്തമായി തീരുവാനുള്ളൊരു ആഗ്രഹം എൻ്റെ അന്തരാത്മാവിൽ രൂപപ്പെടുന്നത് ഞാൻ അനുഭവിക്കുന്നു. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലും സംഭവിക്കട്ടെ. ശിഷ്യപ്രമുഖനായ പത്രോസ് ചോദിക്കുന്നുണ്ട്, ഗുരു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞങ്ങൾ ഇതാ എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെ പ്രതി വീടോ വയലോ സ്വത്തുക്കളോ സഹോദരങ്ങളോ ഭാര്യമാരെയോ ആരെ തന്നെ ഉപേക്ഷിച്ചാലും അത് നിങ്ങൾക്ക് വലിയ സമൃദ്ധിയായി ഈ ജീവിതത്തിൽ തന്നെ ലഭിക്കും. കർത്താവ് കൂട്ടിച്ചേർത്തു, നിങ്ങൾ 12 പേരും 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിക്കും. സ്വർഗത്തിലേക്ക് വരുന്ന തലമുറ കയറി വരുന്നതിനുള്ള അളവുകോല് നിങ്ങളായിരിക്കും. പത്രോസ് സ്ലീഹായെ പോലെ, പൗലോസ് സ്ലീഹായെ പോലെ, യോഹന്നാൻ സ്ലീഹായെ പോലെ, മത്തായി സ്ലീഹായെ പോലെ, മർക്കോസ് സ്ലീഹായെ പോലെയും സ്ലീഹന്മാർ ഓരോരുത്തരെ പോലെയും വിശുദ്ധരെ പോലെയും ജീവിച്ചോ എന്ന് സ്വർഗത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ചോദിക്കപ്പെടും. ദൈവമേ, അങ്ങയ്ക്ക് വേണ്ടി ഹൃദയത്തിൽ ഒരു ദാഹം പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അങ്ങ് ഞങ്ങൾക്ക് സമ്മാനമായി തരണമേ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നീ പ്രത്യക്ഷപ്പെടുമ്പോൾ, ശിഷ്യന്മാർക്ക് വലിയ കൃപകൾ നീ നൽകുമ്പോൾ, പരിശുദ്ധാത്മാവിനെ നിശ്വസിച്ച് അവരെ നീ ശക്തിപ്പെടുത്തുമ്പോൾ അവർക്കതൊന്നും മനസ്സിലായില്ലല്ലോ. തോമസ് സംശയിച്ചു. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുക. ബാക്കി എല്ലാവരും കൂടെ ഇറങ്ങി. എങ്കിലും ദൈവമേ, നീ അവരുടെ പിറകെ ചെന്നില്ലേ? യോഹന്നാൻ 21:5 നീ ഒരു ചോദ്യം ചോദിച്ചില്ലേ? കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതുമുണ്ടോ? അവർക്കൊന്നും കിട്ടിയില്ല. ലോകത്തിൽ നിന്നെ ഉപേക്ഷിച്ചുള്ള അലച്ചിലുകൾ ഒന്നും കിട്ടാത്ത ശൂന്യതയായി തീരുമെന്ന് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോ പറഞ്ഞു, വലതുവശത്തേക്ക് വലയിടുക. അതൊരു സമൃദ്ധിയായിരുന്നു. സമൃദ്ധി കണ്ടപ്പോൾ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞു, അത് കർത്താവാണ്. ദൈവത്തിന്റെ സാന്നിധ്യം, അത് കർത്താവാണ്. പത്രോസ് പുറങ്കുപ്പായം ധരിച്ച് എടുത്തു ചാടി. തിബേരിയസിന്റെ കരയിൽ സ്നേഹത്തിന്റെ അപ്പം ചുട്ട് ശിഷ്യന്മാർക്ക് വേണ്ടി കാത്തിരുന്ന് സ്നേഹഹൃദയത്തിൽ പ്രാതലൊരുക്കി അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച തമ്പുരാനെ പത്രോസിനെ തന്റെ ചങ്കിലോട്ട് ചേർത്ത് വെച്ചു. ചങ്കിന്റെ ചൂട് നൽകി ചോദിച്ചു, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന ഓരോരുത്തരോടും ഈശോ ഇപ്പോൾ ചോദിക്കുന്നു, മകനെ, മകളെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ചോദ്യം ആവർത്തിച്ച് വരുമ്പോൾ ഹൃദയത്തിൽ ഒരു ചാട്ടുളി തളയ്ക്കുന്നത് പോലെ പത്രോസിന്റെ ഹൃദയം വീണ്ടും പിളർക്കപ്പെട്ടു. പത്രോസ് നെടുവേർപ്പെട്ടു. കർത്താവേ, അങ്ങേക്കറിയാമല്ലോ, നീ എൻ്റെ ഹൃദയത്തിന്റെ നാഥനല്ലേ? എൻ്റെ തമ്പുരാനെ, എൻ്റെ ഹൃദയ വിചാരങ്ങൾ നിനക്കറിയാമല്ലോ. എൻ്റെ സ്നേഹത്തിന്റെ അപൂർണത നിനക്കറിയാമല്ലോ. എനിക്ക് നീ എന്ന് പറയുമ്പോൾ എന്ത് വികാരമാണ് ഹൃദയത്തിലുള്ളതെന്ന് നിനക്കറിയാമല്ലോ. കുറവുണ്ട് തമ്പുരാനെ, എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിൽ വലിയ കുറവുണ്ട്. എങ്കിലും നീ പത്രോസിനോട് പറഞ്ഞതുപോലെ എന്നോടും പറയണമേ. പത്രോസേ,
നീ ചെറുപ്പമായിരുന്നപ്പോൾ ഇഷ്ടമുള്ളതുപോലെ നീ നടന്നു ചെയ്തു. എന്നാൽ നീ പ്രായമാകുമ്പോൾ, നീ ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങുന്നവനാകുമ്പോൾ, മറ്റൊരുവൻ നിന്റെ അരമുറുക്കി നീ ആഗ്രഹിക്കാത്തതോ ചിന്തിക്കാത്തതോ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതോ ആയ വഴികളിലൂടെ നിന്നെ നടത്തും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഏറ്റെടുക്കും. അതിനുശേഷം ഈശോ പത്രോസിനോട് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക. കർത്താവേ, ഞങ്ങൾ ഇത് ഏറ്റെടുക്കുന്നു. ലോക ചരിത്രത്തിൽ മരണസമയത്ത് പത്രോസ് സ്നേഹിച്ചതുപോലെ, പത്രോസ് സാക്ഷ്യം നൽകിയതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലല്ലേ പത്രോസ്ലീഹ കുരിശിനെ പുണർന്നത്. ഞങ്ങൾ കാണുന്നു കർത്താവേ, തിരുസഭയുടെ അസ്ഥിവാരമായ പത്രോസ് പൗലോസ് സ്ലീഹന്മാർ യാത്ര പറഞ്ഞ് പിരിഞ്ഞ വിയോഗ കപ്പേള ഞങ്ങൾ കാണുന്നു. ദൈവമേ, എന്തോ ഒരു വലിയൊരു അഭിഷേകമാണ് അവർ സ്വീകരിച്ചത്. അവർ പരസ്പരം പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഹൃദയത്തിൽ കാണുന്നു തമ്പുരാനെ. പത്രോസും പൗലോസും യാത്ര പറഞ്ഞ രംഗം, ഈശോയെ, നിനക്ക് വേണ്ടിയുള്ള സ്നേഹാഗ്നി ജ്വാല ഏതാനും നിമിഷങ്ങൾക്കകം കഴുത്ത് വെട്ടിമാറ്റപ്പെടും. പൗലോസ്ലീഹായുടെ പത്രോസ്ലീഹായോ കുരിശിലേറ്റപ്പെടും. രണ്ടുപേരും അവസാനം പറഞ്ഞത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പത്രോസ്ലീഹ പൗലോസ്ലീഹായെ നോക്കി പറഞ്ഞത്, ഞങ്ങളുടെ ഹൃദയത്തെ വല്ലാതെ ചൂടുപിടിപ്പിക്കുന്നു തമ്പുരാനെ. പത്രോസ് പൗലോസിനെ നോക്കി പറഞ്ഞു, സുവാർത്തകളുടെ പ്രഘോഷക, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവവചനം ഭയം കൂടാതെയും കലർപ്പ് കൂടാതെയും അതിർത്തികളോളം പ്രഘോഷിച്ചവനെ, കർത്താവിന്റെ ഹൃദയത്തിലേക്ക് മടങ്ങുക. പൗലോസ് പത്രോസിനെ നോക്കി പറഞ്ഞു, തിരുസഭയുടെ അസ്ഥിവാരമേ, നീയാകുന്ന പാറമേൽ പണിയപ്പെട്ട തിരുസഭ ഇതാ ഈ മണ്ണിൽ വിജയക്കൊടി നാട്ടിയിരിക്കുന്നു. സമാധാനത്തിൽ പോവുക. ദൈവമേ, എന്റെ അവസാനത്തെ നിമിഷങ്ങളും ഇതുപോലെ ആകുന്നതിനായി നിന്റെ പരിശുദ്ധ ഹൃദയത്തിലേക്കാണ് ഞാൻ നടന്നെടുക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറയുന്നതിനായി ദൈവമേ, എന്നെയും ശക്തിപ്പെടുത്തണമേ, പ്രാപ്തനാക്കണമേ, സമർപ്പണം പൂർണ്ണമാക്കണമേ. എന്റെ ആയുസ്സിൻ ദിനമാകയും തന്റെ നാമമഹത്വത്തിനാ ഒരു കൈത്തിരിപ്പോ കത്തിയെരിഞ്ഞൊരിക്കൽ അങ്ങയുടെ ഹൃദയത്തിൽ തിരുമാർവിൽ മറഞ്ഞിടും ഒരേ ഒരു സ്വപ്നം, ഒരു കൈത്തിരിപ്പോ നിന്റെ പരിശുദ്ധ ഹൃദയം കത്തിയെരിഞ്ഞൊരിക്കൽ എന്റെ ഇഷ്ടയിടം തിരുമാർവിൽ മറഞ്ഞിടും കർത്താവേ, അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നീങ്ങുവാൻ അങ്ങ് പത്രോസിന് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ്, എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് മറ്റൊരുവൻ എന്റെ അരമുറുക്കി ഞാൻ ഇഷ്ടപ്പെടാത്തതും ആഗ്രഹിക്കാത്തതും സങ്കല്പിക്കാത്തതുമായ സ്വർഗത്തിന്റെ പദ്ധതികൾക്കനുസരിച്ച് എന്റെ കാലുകൾക്ക് നീ വേഗത തരണമേ, എന്റെ നാവുകളെ സ്വർഗത്തിന് വേണ്ടി ചലിപ്പിക്കണമേ, എന്നെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കണമേ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, വഴികൾ അവൻ വഴികളെ ഞാൻ അറിഞ്ഞു അനുഗമിക്കും. അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. കലർപ്പില്ലാത്ത സാക്ഷ്യം കൃപയിൽ ഞാൻ ആശ്രയിച്ച് ഈ
ലോകത്തിന്റെ സ്വത്ത് സുഖങ്ങളിലോ സൗകര്യങ്ങളിലോ ഈ ലോകം തരുന്ന തവിടിലോ ദൈവമേ ഞാൻ ആശ്രയിക്കുന്നില്ല. പലപ്പോഴും ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അങ്ങയുടെ സന്നിധി വിട്ട്. ലോകം മുഴുവൻ അലഞ്ഞിട്ടുണ്ട്, പന്നിക്കൂട്ടത്തിൽ പോയി പെട്ടിട്ടുണ്ട്. ഞാൻ പന്നി കഴിച്ചതിന്റെ ബാക്കി തവിടെങ്കിലും കിട്ടിയേക്കാമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എങ്കിലും ഒരിക്കലും എന്റെ ഹൃദയത്തിൽ ശാശ്വതമായ സന്തോഷമോ സമാധാനമോ ഈ ലോകത്ത് ഞാൻ അനുഭവിച്ചിട്ടില്ല എന്റെ പൊന്നു തമ്പുരാനെ. ഇഹലോകമോ തരുകിൽ ഒരു സുഖവും മനഃശാന്തിയതും. എന്റെ യേശുവിന്റെ തിരുസന്നിധി എന്നും ആനന്ദമുണ്ട് എനിക്ക്. ആനന്ദം എന്റെ യേശുവിന്റെ തിരുസന്നിധി എന്നും ആനന്ദമുണ്ട്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു പാടിക്കേ. അവൻ വഴികളെ ഞാൻ അറിഞ്ഞു അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. വിളിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെയും പിതാവിന്റെ നിർമ്മല ഹൃദയത്തെയും കുത്തി നോവിക്കാത്തൊരു ജീവിതം സ്വർഗത്തിനിണങ്ങുന്ന തരത്തിൽ, ഈശോയുടെ ഹൃദയത്തിനിണങ്ങുന്ന തരത്തിൽ, സ്വർഗീയ പദ്ധതികൾക്കനുസരിച്ച് അവിടുത്തെ വഴികളിൽ നടക്കുവാനുള്ള ഒരു അഭിഷേകം കർത്താവേ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചേ, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചേ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ നന്ദി 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 നന്ദി. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിർമ്മലമായ വധുവിനെ അവളുടെ ഭർത്താവിനെന്ന പോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. പൗലോസ് ശ്ലീഹ പറഞ്ഞ വാക്കുകളാ കൊറിന്തോസിലെ സഭയോട്. നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിനെന്ന പോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. പ്രിയപ്പെട്ടവരെ, ഹൃദയം ഈശോയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞവരാണ് നമ്മൾ. ഈ നീണ്ട ദിവസങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചത് ഒരു പൂർണ്ണ സമർപ്പണത്തിന് വേണ്ടിയാ. അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തോട് നമ്മൾ ഒട്ടിച്ചേർന്ന് നിന്നത് ആ പരിപൂർണത നമ്മൾ പ്രാപിക്കുന്നതിന് വേണ്ടിയാ. ഒരു സ്ത്രീ വീട് വിട്ട് അവളുടെ കഴിഞ്ഞ നാളുകളിലെ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച്, ഒരുപക്ഷെ അവൾ കുഞ്ഞിനാൾ മുതൽ അവളുടെ ഹൃദയത്തിനിണങ്ങുന്ന തരത്തിൽ അനുഭവിച്ചിരുന്ന ഇടങ്ങൾ വിട്ട്, ബന്ധുക്കളും സ്വന്തവും വിട്ട്, സുഹൃത്ത് വലയങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് അവൾ ഭർത്താവിൻ്റെ ഭവനത്തിലേക്ക് ചേക്കേറുന്നത് പോലെ ഈ ലോകം എന്നെ കഴിഞ്ഞ നാളുകളിൽ വല്ലാതെ ഭ്രമിപ്പിച്ചിരുന്നു. ഞാൻ പലതുമായി ഇഴുകിച്ചേർന്നിരുന്നു. പലതും ഉപേക്ഷിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ ഞാൻ എടുത്തു കഴിഞ്ഞു. തമ്പുരാനെ, പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ, കർത്താവേ, നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിനെന്ന പോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. ദിവ്യമണവാള, അങ്ങയുടെ ഹൃദയത്തിന് എൻ്റെ ഹൃദയം സമർപ്പിക്കേണ്ടതിന് കലർപ്പില്ലാത്ത ഈ സമർപ്പണം നീ സ്വീകരിക്കേണ്ടതിന് ദിവ്യമണവാള, എന്നെ നീ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. പരിശുദ്ധ ശരീരത്താലും വിലേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി.
സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ